തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതി നാടുവിട്ട സംഭവത്തിൽ ഓൺലൈൻ തട്ടിപ്പ് സ്ഥിരീകരിച്ച പോലീസ്. കിളിമാനൂർ സ്വദേശിയെ പാർവതിയാണ് ഓൺലൈൻ തട്ടിപ്പിനിരയായി നാടുവിടേണ്ടി വന്നത്. പിന്നിൽ മലയാളികൾ ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംഘമെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. യുവതിയെ കാണാതെ വിവരം 24 ആണ് വാർത്തയാക്കി. വാർത്തയ്ക്ക് പിന്നാലെ ഇന്നലെ രാത്രി 10:30 തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പാർവതിയെ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. പിന്നാലെ കിളിമാനൂർ പോലീസ് പാർവതിയിൽ നിന്നും മൊഴിയെടുത്തപ്പോഴാണ് ഓൺലൈൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തറിഞ്ഞത്. 1 മാസം മുൻപ് മലയാളം സംസാരിക്കുന്ന യുവതി പാർവതിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഓൺലൈൻ ട്രേഡിംഗ് ജോലി നൽകാമെന്നും ബോസ് വിളിക്കുമെന്നും അറിയിച്ചു. പ്രൊഡക്റ്റ് റിവ്യൂ സോഷ്യൽ മീഡിയ വഴി അയച്ചു നൽകിയാൽ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി. ആദ്യം 1700 രൂപ പ്രതിഫലമായി നൽകി വലിയ തുക നിക്ഷേപിച്ചാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് പറഞ്ഞു. സമ്മർദ്ദപ്പെടുത്തി ആദ്യം 10,000 രൂപ വാങ്ങിയെടുത്ത ശേഷം 17,000 രൂപയായി മടക്കി നൽകി. പിന്നീട് 44,000 രൂപ നിക്ഷേപിച്ച് പണം നഷ്ടമായി. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചുപിടിക്കാമെന്ന് പറഞ്ഞ് കൂടുതൽ തുക വാങ്ങിച്ചെടുത്തു. ആഭരണം വിറ്റ് കൂടുതൽ തുക അയച്ചു നൽകി. എന്നാൽ തട്ടിപ്പ് മനസ്സിലായതോടെ നാടുവിടുകയായിരുന്നുവെന്നാണ് പാർവതിയുടെ മൊഴി. ഗുരുവായൂരിലേക്ക് പോയെന്നും പലതവണ ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്നും പാർവതി മൊഴി നൽകിയിട്ടുണ്ട്. പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘമെന്ന് പോലീസിന് വിവരം ലഭിച്ചു. രേഖകൾ വിശദമായി പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം.